ടോപ്പിക്ക് സോഴ്സസ് ആൻഡ് സിങ്സ് ആണ്. അപ്പോൾ ഇൻ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ മീൻസ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ ഏതൊക്കെ പോയിന്റ്സിലാണോ ഡൈവേർജൻസ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ളത്, അതായത് ഡൈവേർജൻസ് എഫ് പോസിറ്റീവ് ആയിട്ടുള്ളത്, ആ പോയിന്റുകളെ നമ്മൾ സോഴ്സസ്, ആൻഡ് വേർ ഡൈവേർജൻസ് എഫ് ലെസ് ദാൻ 0 ആയിട്ടുള്ള പോയിന്റുകളെ നമ്മൾ സിങ്ക് എന്നും പറയും. ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ടു ഫ്ലോ അറ്റ് എ സോഴ്സ് ആൻഡ് ഡ്രെയിൻസ് ഔട്ട് അറ്റ് എ സിങ്ക്, അതായത് സോഴ്സിലോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുകയും സിങ്കിലൂടെ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു വൺ വേർഡിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ സോഴ്സ് ആൻഡ് സിങ്ക്. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡിൽ ഏതൊക്കെ പോയിന്റ്സിലാണോ ഡൈവേർജൻസ് പോസിറ്റീവ് ആയിട്ടുള്ളത് ആ പോയിന്റുകൾ നമ്മൾ സോഴ്സസ് എന്നും, ആൻഡ് വേർ ഡൈവേർജൻസ് ഓഫ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന ആ പോയിന്റുകൾ നമ്മൾ സിങ്ക് എന്ന് പറയാറുണ്ട്. ഇൻ ആൻ ഇൻകംപ്രസിബിൾ fluid without sources and sinks, divergence of F is equal to 0 at every point. സോഴ്സും സിങ്കും ഇല്ലാത്തൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിലെ ഡൈവേർജൻസ് ഓഫ് എഫ് 0 ആയിരിക്കും. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, സോഴ്സ് ആണോ സിങ്ക് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. ഡിറ്റർമിൻ വെദർ ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ്. ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ് ആവണമെങ്കിൽ ഡൈവേർജൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലൊക്കേറ്റ് ദം, ഡൈവേർജൻസ് 0 അല്ല, അതായത് സോഴ്സും സിങ്കും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെന്നും കൂടി നമ്മളൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് y പ്ലസ് ഇസഡ് ഐ മൈനസ് എക്സ് ഇസഡ് ക്യൂബ് ജെ പ്ലസ് എക്സ് സ്ക്വയർ സൈൻ വൈ കെ. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ്, അതായത് F1 എന്ന് പറയുന്നത് y പ്ലസ് ഇസഡ്, നമ്മളിതിൻ്റെ ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കുന്നു. എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആകുന്നു. ആൻഡ് ഇത് ജി കമ്പോണൻ്റ്, അവിടെ നമ്മൾ ഡോ ജി ബൈ ഡോ വൈ എടുക്കുന്നു. സെക്കൻഡ് കമ്പോണൻറ്റിൽ y ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് 0 ആകുന്നു. ആൻഡ് കെ കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡോ ഇസഡിനാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് അവിടെ ഇസഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും 0. സോ ഡൈവ് എഫ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എല്ലാ പോയിന്റ്സിലും ഡൈവേർജൻസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ദർ ഈസ് നോ സോഴ്സ് ആൻഡ് സിങ്ക്. ഫ്രീ ഓഫ് ഈ തന്നിരിക്കുന്ന ഫീൽഡ് ത്ത് എഫ് എന്ന് പറയുന്നത് ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ് ആയിരിക്കും. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് വൈ ഐ പ്ലസ് മൈനസ് എക്സ് വൈ ജെ പ്ലസ് വൈ സ്ക്വയർ കെ. അപ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് എടുക്കാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വൈ വരും. ആൻഡ് ഡോ ജി ബൈ ഡോ വൈ എടുക്കുമ്പോൾ മൈനസ് എക്സ് വരും. ഡോ എച്ച് ബൈ ഡോ ഇസഡ്, തേർഡ് ടേമിൽ ഇസഡിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ഡെറിവേറ്റീവ് 0 ആകും. സോ ഡൈവ് എഫ് എന്ന് പറയുന്നത് ഡൈവ് എഫ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നിട്ട് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0, അതായത് ഇതിന് എവിടെയോ സോഴ്സോ സിങ്കോ ഉണ്ടെന്ന് അർത്ഥം. ഡൈവ് എഫ് 0 അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് സോഴ്സോ സിങ്കോ ഉണ്ട്. ഇനി ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ഡൈവ് എഫ് ഈസ്, ഇപ്പോൾ സപ്പോസ് ഡൈവ് എഫ് 0 ആണെന്നുണ്ടെങ്കിൽ വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് എന്ന് വരും. അതായത് ഏത് പോയിന്റിലാണ് സോഴ്സ് അല്ലെങ്കിൽ സിങ്ക് ഇല്ലാത്തത്, അതായത് ഡൈവ് എഫ് 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ്, അതായത് വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിനിലാണ് എന്തില്ലാത്തത്? സോഴ്സും സിങ്കും ഇല്ലാത്തത്. അതായത് ദാറ്റ് ഈസ് എഫ് ഈസ് ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ് ഇൻ ദ പ്ലെയിൻ വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന പ്ലെയിനിന് എഫിൽ സോഴ്സോ സിങ്കോ ഇല്ല. അപ്പോൾ ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0, അതായത് ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ വൈ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, വിച്ച് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എക്സ്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ എക്സ് ആകുന്നിടത്തല്ല എഫിന് എന്താണുള്ളത്? സോഴ്സസ് ഉണ്ട്. ആൻഡ് ഫോർ ഡൈവ് എഫ് ലെസ് ദാൻ 0, ഡൈവ് എഫ് ലെസ് ദാൻ 0 മീൻസ് വൈ മൈനസ് എക്സ് ലെസ് ദാൻ 0, ദാറ്റ് ഈസ് വൈ ലെസ് ദാൻ എക്സ്. വൈ ലെസ് ദാൻ എക്സ് ആകുന്നിടത്തല്ല എഫിന് സിങ്കും ആയിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ വേണം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. അതായത് ഡൈവ് എഫ് ഈക്വൽ ടു 0 ആകുന്നത് വൈ ഈക്വൽ ടു എക്സിലോ, അവിടെ ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ്. ആൻഡ് ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് വൈ മൈനസ് എക്സ് പോസിറ്റീവ് ആവണം, വിച്ച് ഇംപ്ലൈസ് വൈ ഗ്രേറ്റർ ദാൻ എക്സ്. വൈ ഗ്രേറ്റർ ദാൻ എക്സിൽ സോഴ്സസും വൈ ലെസ് ദാൻ എക്സിൽ സിങ്കും ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് എഫ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഐ പ്ലസ് വൈ ക്യൂബ് ജെ പ്ലസ് ഇസഡ് ക്യൂബ് കെ. ഡൈവ് എഫ് കണ്ടുപിടിക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ പ്ലസ് വൈ ക്യൂബിൻ്റെ 3y സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബിൻ്റെത് 3z സ്ക്വയർ. ഇതെല്ലാം പോസിറ്റീവാണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 എക്സെപ്റ്റ് അറ്റ് ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ ഇസഡ് മൂന്നും 0 ആയിപ്പോൾ. അപ്പോൾ ഡൈവ് എഫ് എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. അപ്പോൾ ഡൈവ് എഫ് എന്ന് പറയുന്നത്, അതായത് ഇതെല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യുമ്പോൾ അഗെയിൻ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ദ ഹോൾ ടേം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, ദ ഹോൾ ക്വാണ്ടിറ്റി ഈസ് പോസിറ്റീവ്. Therefore ഡൈവ് എഫിന് എന്തേ ഉള്ളൂ? സോഴ്സസ്. പക്ഷെ ഒരു പോയിന്റിൽ ഇതിന് സോഴ്സും ഇല്ല സിങ്കും ഇല്ല. അത് എവിടെയാണ്? ഒറിജിൻ. ഒറിജിൻ വരുമ്പോൾ എക്സിന് 0, വൈക്ക് 0, ഇസഡിന് 0 വരും. അപ്പോൾ ഡൈവ് എഫ് കംപ്ലീറ്റ്ലി 0 ആയിപ്പോൾ. അപ്പോൾ 0 ഒറിജിൻ ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും എഫിന് എന്ത് മാത്രമേ ഉള്ളൂ? സോഴ്സ് മാത്രമേ ഉള്ളൂ.
നെക്സ്റ്റ് പ്രോബ്ലം വന്നിട്ട് എഫ് ഈസ് ഈക്വൾ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് വൈ ഇൻറ്റു ജെ പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് ഇസഡ് ഇൻറ്റു കെ. വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ മൈനസ് എക്സിൻ്റെത് 1, വൈ ക്യൂബിൻ്റെ 3y സ്ക്വയർ മൈനസ് വൈൻ്റെത് 1 പ്ലസ് ഇസഡ് ക്യൂബിൻ്റെ 3z സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതൊരു നമുക്ക് ഇവിടെ നിന്ന് 3x സ്ക്വയർ 3y സ്ക്വയർ 3z സ്ക്വയറിൽ നിന്നൊരു 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറേ ഉള്ളൂ. പിന്നെ ബാക്കി -1 -1 -3. So we have x square plus y square plus z square എന്ന് പറയുന്നത് greater than 0 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ ഇക്വേഷനാണ്. സോ എഫ് ഈസ് ഫ്രീ ഓഫ് സോഴ്സസ് ആൻഡ് സിങ്സ് ഓൺ ദ സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 1. അതായത് ഒരു യൂണിറ്റ് ഉള്ള സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ എന്ത് കൊടുക്കും, 1 കൊടുക്കും. അപ്പോൾ 3 - 3 0. അപ്പോൾ ഒരു യൂണിറ്റ് ഉള്ള സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഫ് എന്ന് പറയുന്നത് സോഴ്സും സിങ്കും അല്ല ഫ്രീ ആണ്. അത് വിച്ച് മീൻസ് ദർ ഇസ് no sources and sinks, but F has sources at all points outside the sphere and sinks inside the sphere. അതായത് 1-നെക്കാളും ചെറുതാണ് വരുന്നതെങ്കിൽ, ഇവിടെ 1-നെക്കാളും ചെറിയ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഇത് ചെറിയ ക്വാണ്ടിറ്റിയും ഇത് വലിയ ക്വാണ്ടിറ്റിയോ, അപ്പോൾ ചെറുതിൽ നിന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് വരും. അപ്പോൾ ഇൻസൈഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയസ് ഉള്ള സ്ഫിയർ. ഈ സ്ഫിയറിന് ഇൻസൈഡിൽ മൊത്തം എന്തായിരിക്കും, സോഴ്സസ് ആയിരിക്കും, സിങ്ക് ആയിരിക്കും. സിങ്ക് മീൻസ് ഡൈവേർജൻസ് ഓഫ് എഫ് എന്തായിരിക്കുക, ലെസ് ദാൻ 0. ഡൈവ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ടുള്ള പോയിന്റാണ് സിങ്ക്. അപ്പോൾ ലെസ് ദാൻ 0 കിട്ടണമെങ്കിൽ ഈ ക്വാണ്ടിറ്റി ചെറുതും ഇത് വലുതുമായിരിക്കണം. ഇത് ചെറുതെന്ന് വെച്ചാൽ ഒരു റേഡിയസിന് ഉള്ളിൽ നിന്നാലല്ലേ ഇവിടെ നമുക്ക് ചെറുത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഔട്ട്സൈഡ് ദ സ്ഫിയർ എന്ന് പറയുമ്പോൾ 1-നെക്കാളും വലുതായിരിക്കും. 1-നെക്കാളും വലിയ ക്വാണ്ടിറ്റി വരുമ്പോൾ ഇത് വലുതും ഇത് ചെറുതുമാണ്. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡൈവ് എഫ് എന്തായിരിക്കും, ഡൈവ് എഫ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡ് ദ സ്ഫിയറിൽ സോഴ്സസും ഇൻസൈഡ് ദ സ്ഫിയറിൽ സിങ്കും ആണ് ഉണ്ടാവുക.